ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴി, നല്ല നാടൻ കോഴി, നമ്മളെ നാട്ടിൽ കിട്ടുന്ന നാടൻ കോഴി ഫാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഖത്തറിലെ കോഴികളെ കണ്ടില്ല? ഇതാണ് കോഴികളുടെ സംഭവം. ഒരു നിലക്ക് ഇവിടെ നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ഖത്തറിലെ മരുഭൂമിയിലുള്ള ഒരു കോഴി ഫാമാണ്. നല്ല നാടൻ കോഴി ഫാം. നമ്മളെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള കോഴി ഫാം പോലെ ഉള്ളതല്ല, നാടൻ കോഴി ഫാം. നാട്ടിലെ പോലെ ഉള്ള നാടൻ കോഴികൾ, കരിങ്കോഴി, ഇങ്ങനെയുള്ള അവിടെ ഒരു വളരെ സിമ്പിളായിട്ടാണ് ആ കോഴികളൊക്കെ വളർത്തുന്നത്. ഇത്രയും ചൂടിലും ഒക്കെ ഒരു കോഴി ഫാമൊക്കെ തുടങ്ങി ഒരു കുഴപ്പമില്ലാതെ വളരെ ഉഷാറായിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ കാര്യമായിട്ട് അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു കോഴി ഫാമൊക്കെ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് അസുഖവും കാര്യങ്ങളൊക്കെ പറയും. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഏകദേശം നമുക്ക് ദോഹ ഭാഗത്ത് നിന്നും ഈ സ്ഥലത്തേക്ക് ഒരു 50-60 കിലോമീറ്റർ ഉണ്ടാവും. 60 70 അടുത്ത് അങ്ങനെ ആ ഒരു കിലോമീറ്റർ ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഈ റോഡിൻ്റെ ഇരുവശത്ത് നിങ്ങൾ കാണുന്ന കണ്ണത്ത ദൂരത്തുള്ള മരുഭൂമിയാണ്. ഒരു കാലത്ത് ഒട്ടകങ്ങളും ആടുകളും മേച്ചിരുന്ന ഒരു മരുഭൂമിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു അടിപൊളി മരുഭൂമി. ഇപ്പം ഏകദേശം നമ്മൾ ഒരു മരുഭൂമിൻ്റെ ഭാഗത്തേക്ക്, നമ്മൾ റോഡ് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മരുഭൂമിയിലേക്കൂടുള്ള ഒരു കട്ട് റോഡിലൂടെ യാത്രയാണ്. അമീർ, ഏതാണ് റോഡ്? മെറൂന ബീച്ചിലേക്കുള്ള റോഡാണ്. മെറൂന ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. അതായത് ദോഹയിൽ നിന്നും ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 70 കിലോമീറ്റർ ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 70 കിലോമീറ്റർ, പിന്നെ മരുഭൂമിയിലേക്കൂടെ ഒരു 10 കിലോമീറ്ററും കൂടി ഓടിയാലാണ് നമ്മളെ കോഴി ഫാമിലേക്ക് എത്തുക. അപ്പോൾ അത് അങ്ങോട്ടുള്ള യാത്രയിലാണ്. പിന്നെ അതായത് ഭയങ്കര ചൂട്, പൊരിഞ്ഞ വെയിലത്തുള്ള യാത്രയാണ്. അത്ര വലിയ സുഖമുള്ള യാത്ര ഒന്നല്ല, രസമുള്ള യാത്ര ഒന്നല്ല. ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. 50 ഡിഗ്രി ചൂടിലാണ് ഞങ്ങൾ ഈ യാത്ര ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കാണാം, മരുഭൂമിയിലൂടെയുള്ള യാത്ര. ഹലോ സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ നമ്മൾ കോഴി ഫാമിലേക്കുള്ള യാത്രയിലാണ്. ഒരു ചെറിയ കോഴി ഫാം ഉണ്ട്, ഒരു മരുഭൂമിയിൽ നടുക്ക്. അപ്പം മരുഭൂമിയിലെ കോഴി ഫാം, ഖത്തറിലെ മരുഭൂമിയിലെ കോഴി ഫാം കാണിച്ചു തരാനുള്ള ഒരു പരിപാടിയിലാണ്. സംഭവം നല്ല വെയിലാണ്, നല്ല ചൂടാണ്. എന്നാലും വേണ്ടിയില്ല, നല്ല അത്രയും ഒരു എന്താ പറയുക, കട്ട റോഡിൽ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡാണ്, ചാടി ചാടി ഒരു ഓഫ് റോഡ്. അപ്പോൾ നമ്മൾ ഇനി കോഴി ഫാമിൻ്റെ വീഡിയോ കാണാം. ഓക്കെ, അതിൻ്റെ മുന്നേ നമ്മളെ ദുർഘടമായ യാത്രയുടെ വഴികളൊന്ന് കാണാം. ദുർഘട പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ വഴികളിലൂടെയാണ് നമ്മൾ കോഴി ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മരുഭൂമി എന്ന് പറഞ്ഞാൽ അന്തം വിട്ട മരുഭൂമിയാണ്. കോഴികൾ നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര സെറ്റപ്പിലും അല്ല കോഴിനെ വളർത്തുന്നത്. തത്ര ഉണ്ടായാലേ വളർത്തുള്ളൂ, ഉത്തര ഉണ്ടായാലേ വളർത്തുള്ളൂ. ഇവിടെ അങ്ങനൊന്നുമില്ല. ഇവിടെ ഈ പൊരിഞ്ഞ ചൂടിൽ ഒരു കോഴിനെ വളർത്തുന്നുണ്ട്. നല്ല നാടൻ അടിപൊളി കോഴികളാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഫാമാണ്, അവരെ ഫാമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും കുണ്ടിലും കുയ്യിലൊക്കെ ചാടി ഞങ്ങൾ ഏതായാലും അവിടെ എത്താറായിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഞങ്ങൾ അവിടെ എത്തും. ഞങ്ങളെ വണ്ടി ഏത് കുന്നും മലയും കയറ്റിയിട്ടാലും ഖത്തറിലെ മരുഭൂമിയിലെ കോഴി ഫാം നിങ്ങളെ കാണിച്ചിട്ട് ഞങ്ങൾ അടങ്ങിക്കോളൂ. ഓക്കെ. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴി, നല്ല നാടൻ കോഴി, നമ്മളെ നാട്ടിൽ കിട്ടുന്ന നാടൻ കോഴി ഫാം. ഇതാ ഇവിടെ കരിങ്കോഴിയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്, കരിങ്കോഴിൻ്റെ കുട്ടികളൊക്കെ. അപ്പോൾ നമുക്കും വേണ്ടി കൂട് തുറന്ന് തരുന്നുണ്ട് നമ്മളെ പുള്ളിക്കാരെ. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഓക്കെ, എന്ത് പറഞ്ഞാലും കേൾക്കില്ല. ഒരു രക്ഷയല്ല എൻ്റെ മക്കളെ, ഒരു രക്ഷയല്ല. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയതാണ്.
നല്ല ഭയങ്കര സൗണ്ടാണ് ഇവിടെ, ഭയങ്കര സൗണ്ട്, കലപില സൗണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു സംഭവം കാണിച്ചു തരാം. എന്താന്ന് വെച്ചാലേ ഇവിടുത്തെ സെറ്റപ്പ്, കോഴികളെ വളർത്തുന്ന രീതി, അതായത് അവർ മുട്ടയിടുന്ന രീതി. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഈ ടയർ കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കാണ്. പിന്നെ ഇതാ വേടാ, ഇവിടെയൊക്കെ ടയറാ. ഈ ടയർ കണ്ടല്ല, ഇതിലൊക്കെയാണ് കോഴികൾ കിടക്കുന്നതൊക്കെ. അതായത് ആയിരക്കണക്കിന് കോഴിയുണ്ട് ഇവിടെ. ഒരു കോഴി രണ്ട് കോഴിയൊന്നല്ല, ഒരുപാട് കോഴി. ഇതിന്റെ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കുന്നുണ്ടാന്ന് അറിയില്ല, ഒരുപാട്. അതിൽ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ കരിങ്കോഴി ഓടുന്നുണ്ട, കരിങ്കോഴി, എല്ലാ തരം കോഴികളുണ്ട്. ഇത് ഇവിടെ ഈ ഒരു കോഴിക്ക് എത്രയെന്ന് അറിയാമോ? ഒരു കോഴിക്ക് 40 റിയാലാണ്. 40 റിയാലിനാണ് ഇവിടെ ഈ ഫാമിൽ തന്നെ ഇവർ കൊടുക്കുന്നത്. കാരണം അങ്ങനത്തെ കോഴിയാകാൻ നോക്കുക, കോഴികൾ കണ്ടില്ല, കുറച്ചൊന്നുമില്ല, എത്രയോ കോഴികളുണ്ട്. ഇതാ ഇവിടെ ഒരു കോഴി മുട്ടിട്ടിട്ടുണ്ട്, കോഴി മുട്ട. ഭയങ്കര ശല്യം, ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം. അതാ പുറത്തൊക്കെ ആക്കി കഴിഞ്ഞാൽ ഈ പറമ്പ് നിറച്ച് കോഴികളാണ്. ഇതാ അവിടെ മരത്തിൻ്റെ തൊട്ട് ഉണ്ടോ, ഇഷ്ടം പോലെ കോഴികളാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഖത്തറിലെ കോഴികൾ കണ്ടില്ല? ഇതാണ് കോഴികളുടെ സംഭവം. ഒരു നിലയ്ക്ക് ഇവിടെ നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. തിരുവനന്തപുരം ഞങ്ങൾ കാണിച്ചു തരാം. അതായത് കോഴികൾ പറക്കുന്നത് ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ്. ഈ കോഴികളൊക്കെ നോക്കണം, ഒരു രക്ഷയില്ല. ഓ മൈ ഗോഡ്, അവിടെ ആളെ ഭയങ്കര പൊടി പടല. ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ്. ഇത് കണ്ടില്ല നിങ്ങൾ? ഇത് മതി. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കോഴി ഫാം തുടങ്ങുമ്പോൾ കുറേ പൈസ മുടക്കിയിട്ടൊന്നും വേണ്ട. ഒഴിവാക്കുന്ന ടയർ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇതിനകത്തുണ്ട് കോഴിമുട്ട. ഇതിനകത്ത് മുട്ട എടുക്കുന്നു. ഇത് കോഴികൾ താമസിക്കുകയും ചെയ്യും, മുട്ടയിടുകയും ചെയ്യും ഇതിനകത്ത്. ഈ ഒരു സംഭവം വെരി സിമ്പിളായിട്ട്, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാം, ഒരു കോഴി ഫാം തുടങ്ങാൻ പറ്റും. ഈ കോഴികളൊക്കെ നോക്കണം, ഒരു രക്ഷയില്ല. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് ഖത്തറിലെ നാടൻ കോഴി ഫാം. ഇത്രയും ഭാഗം നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയുണ്ട്, പക്ഷെ ഭയങ്കര ചൂടാണ്, നിൽക്കാൻ കഴിയുന്നില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഭാഗം എടുത്തിട്ട് കാണിച്ചാണ്. നമുക്ക് ഇനി ഇതിനപ്പുറത്ത് വേറെ വലിയ കോഴി ഫാം ഉണ്ട്, അത് വേറൊരു ദിവസം വന്നിട്ട് എടുത്തിട്ട് അതിൻ്റെ ഫുള്ള് വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്താലും കോഴികളെ വളർത്താൻ നമുക്ക് ഒരുപാട് പൈസ എക്സ്പെൻസ് ചെയ്ത് ചിലവാക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒഴിവാക്കുന്ന ടയറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കോഴികളെ കിടത്താനും മുട്ടയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കുറച്ച് കോഴി വളർത്തണം എന്നുള്ള ആഗ്രഹക്കാരുണ്ടാവും. ഇത് കാണുന്ന അവർക്കൊക്കെ ഇതൊരു നല്ലൊരു വീഡിയോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് പൈസ ചിലവഴിച്ചിട്ടൊക്കെ നമ്മളവിടെയൊക്കെ കോഴികളെ വളർത്തണം, അതങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ പാത്രം വേണം, ഈ പാത്രം വേണം എന്നൊക്കെ പറയുന്നുണ്ട്. വെരി സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് കുറച്ചൊരു പാത്രത്തിൽ, സാധാരണ കിട്ടുന്ന പ്ലാസ്റ്റിക് പോലത്തെ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു ഷെഡ്, വളരെ നോർമലായിട്ടൊരു ഷെഡ് കെട്ടിയിട്ട് അതിലിട്ടിട്ട് നമുക്ക് കോഴികളെ വളർത്താം എന്ന് നമുക്ക് ഈ ഫാം കണ്ടപ്പം, അതും നാടൻ കോഴികളെ വളർത്തുക എന്നുള്ളത് നമുക്ക് ഈ ഫാം കണ്ടപ്പം മനസ്സിലായി. അപ്പോൾ ഇനി നാടൻ കോഴികളൊക്കെ വളർത്താൻ താല്പര്യമുള്ള ആൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ചെറിയൊരു ഷെഡ് മതി. ഇതൊരു വലിയ ഷെഡാണ്, അത്രത്തോളം കോഴികളുള്ളതുകൊണ്ട് വലിയൊരു ഷെഡ് കെട്ടിയതാണ്. ചെറിയൊരു ഷെഡ് കെട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഷെഡ് കെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു 10-500 കോഴികളൊക്കെ അതിൽ വളർത്താൻ പറ്റും. ഏറ്റവും ചുരുങ്ങത് 200-250 എണ്ണെങ്കിലും വളർത്താൻ പറ്റും. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ നല്ല കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ആര് വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എപ്പോൾ ഒന്ന് നിങ്ങൾ ഓണാക്കി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സഹായിക്കുക. അടുത്ത വീഡിയോ ഉടനെ നമ്മളൊരു കുതിര ഫാമിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത്.